ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് സുഖമില്ലാതിരിക്കുകയായിരുന്നു. എല്ലാവരും ക്ഷമിക്കുമല്ലോ അല്ലേ. ശബ്ദം ശരിയല്ലായിരുന്നു. ഇപ്പോഴും ക്ലിയറായിട്ടൊന്നുമില്ല. എങ്കിൽ പോലും വീഡിയോ ഇടാമെന്ന് കരുതി. നമുക്കിന്ന് എങ്ങനെയാണ് നിങ്ങളിൽ നിന്ന് പോയൊരു വ്യക്തി ആൾ തിരിച്ചു വരുമോ, എങ്ങനെയാണ് ആളുടെ ചിന്തകൾ, അവരുടെ സ്നേഹം എങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഒന്നൊരു റീഡിങ് നോക്കാം. നമുക്കൊരു രണ്ട് പൈൽ വെച്ചിട്ട് നോക്കാം. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിനെ കുറിച്ച് നന്നായി ആലോചിച്ച് പോസിറ്റീവായി മാത്രം ചിന്തിച്ചിട്ട് അവരുടെ പേര് മനസ്സിലുരുവിട്ടിട്ട് കുറച്ച് നേരം കണ്ണടച്ചിരുന്ന് നിങ്ങളുടെ 2-3 പ്രാവശ്യം ശ്വാസം ഇൻ ആൻഡ് ഔട്ട് ചെയ്ത് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ഒന്ന് പോസ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ചിന്തിക്കുക, കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇത് ഫസ്റ്റ് പൈലായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ക്രിസ്റ്റലിൻ്റെ പെൻഡിലാണ്. സെക്കൻഡ് പൈലായിട്ട് എടുത്തിരിക്കുന്നത് മെറ്റൽ പൈലാണ്. 2 പൈലുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് അട്രാക്ഷനായി തോന്നുന്നത് നിങ്ങളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ റീഡിങ് കാണുക കേട്ടോ. നമുക്ക് ഫസ്റ്റ് പൈല് ക്രിസ്റ്റലിൻ്റെ പെൻഡുലം ഫസ്റ്റ് പൈല് എടുത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കാർഡുകൾ നോക്കാം. നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് എന്താണ്, നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷൻ എങ്ങനെയാണ്, നിങ്ങളോട് എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് 5 ഓഫ് പെൻറ്റക്കിൾസ്, ഹിയറോഫന്റ്, 2 ഓഫ് കപ്സ്, പേജ് ഓഫ് വാൻസ്, നൈറ്റ് ഓഫ് കപ്സ്. ഇതിൽ ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് ഒരു 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് എന്തോ നിങ്ങളുടെ വ്യക്തിക്ക് എന്തോ കാര്യമായുള്ളൊരു സാമ്പത്തിക ബുദ്ധിമുട്ട്, എന്തോ വിഷമങ്ങൾ വന്നിട്ടുണ്ട്. ഒന്നുകിൽ വല്ല എന്തെങ്കിലും അസുഖങ്ങളായിട്ട് എന്തെങ്കിലും അങ്ങനെ ഒരു ഇതായിരിക്കാം. അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു തിരിച്ചടി, എന്തെങ്കിലും ജോലിനെ സംബന്ധിച്ച് എന്തെങ്കിലും അതിനൊരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യമായിട്ടുള്ള എന്തോ ആൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് പക്ഷേ അത് നിങ്ങളോട് പറയാത്തതായിരിക്കാം, നിങ്ങളറിയില്ലായിരിക്കാം അങ്ങനെ ഒരു കാര്യം. അതായിരിക്കും ഒരു അത് നിങ്ങളോട് പറയണം എന്ന് ചിലപ്പോൾ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ആൾ പറയുന്നില്ല. അതെന്തോ അങ്ങനെയുള്ളൊരു വ്യക്തിയായിരിക്കാം. നിങ്ങൾക്കൊരു വിഷമങ്ങൾ വരുമ്പോൾ നിങ്ങൾ അറിയിക്കേണ്ട, നിങ്ങളൊരുപാട് ചിലപ്പോൾ വിഷമിക്കും, അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളായിരിക്കാം. അത് നിങ്ങളോട് പറയുന്നില്ല. അതായിരിക്കും നിങ്ങളോടുള്ള ഈ സമീപനത്തിന് കാരണം. നിങ്ങളോട് ഇങ്ങനെ കൂടുതൽ സംസാരിക്കാതെയും കൂടുതൽ അടുപ്പം കാണിക്കാതെയും ഇരിക്കുന്നതിൻ്റെ ഒരവസ്ഥ. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധത്തിന് ഒരു യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ള ഒരു ബന്ധമാണ്. നിങ്ങളൊരു റിയലായിട്ടുള്ളൊരു ബന്ധം തന്നെയാണ്. നിങ്ങൾക്ക് പരസ്പരം അത്രയും സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങൾ അത്രയും സ്നേഹമുണ്ട്. ആളുടെ ഉള്ളിലും നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. നിങ്ങളോട് പരസ്പരം സ്നേഹം പങ്കുവയ്ക്കാനും നിങ്ങളോട് കാണാനും നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും എല്ലാം ആഗ്രഹിക്കുന്നുണ്ട് ആൾ. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആൾ ചെയ്യുന്നില്ല എന്ന് മാത്രം. അതൊരു പക്ഷേ ആളുടെ ഈഗോ കൊണ്ടായിരിക്കാം. നിങ്ങളോടത് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് തോന്നുക എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആളത് പറയാത്തത്. അല്ലാതെ നിങ്ങളാണ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടതും. നിങ്ങൾ ഈ ഒരു കാർഡും കാണിക്കുന്നത് നിങ്ങളാണ് ഒരുപാട് ആൾക്ക് പ്രിയപ്പെട്ടതും. അവർ ഏറ്റവും കൂടുതൽ മൂല്യം കൊടുത്തതും നിങ്ങളെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇത് അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. അടുത്തതായാലും നൈറ്റ് ഓഫ് കപ്സ് അടുത്ത് തന്നെ നിങ്ങൾക്കിടയിലുള്ള വിഷമങ്ങൾ മാറി നിങ്ങൾക്കരികിലേക്ക് ആൾ വരും. നിങ്ങളോടുള്ള സ്നേഹം നിങ്ങളോട് തുറന്നു പറയും. സംഭവിച്ചത് എന്താണ്, എന്തൊക്കെ ആണെന്നുള്ളത് നിങ്ങളടുത്ത് തീർച്ചയായും അവർ തുറന്നു പറയും. ഇതധികം കാലതാമസമില്ല. അങ്ങനെ ഒരു റീഡിങ്ങാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കൊരു കാർഡ് കൂടി നോക്കാം. എന്താണ് ജസ്റ്റിസ് എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത്. ഇതന്നെ നിങ്ങൾക്ക്
സാധിക്കും. നിങ്ങൾക്ക് എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് ആവശ്യം, അത് നിങ്ങൾ എന്തായാലും സാധിച്ചു കിട്ടും എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കൊരു ഒറക്കിൾ മെസ്സേജ് കൂടി നോക്കാം. കാർഡ് കിട്ടിയിരിക്കുന്നത് മാനിഫെസ്റ്റ്. ടെൽ ദ യൂണിവേഴ്സ് എക്സാക്ട്ലി വാട്ട് ഡു യു വാണ്ട്. എന്തായാലും നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നിങ്ങൾ പ്രാർത്ഥിക്കുക. അത് അങ്ങനെ ഒരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്കൊരു പോസിറ്റീവായുള്ളൊരു കാർഡ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിനി അടുത്ത പൈൽ 2 എന്താണ് കാർഡ് കിട്ടുക എന്ന് നോക്കാം. നമുക്ക് പൈൽ 2 പറഞ്ഞവർക്ക്, മനസ്സിൽ വിചാരിച്ചവർക്ക് എന്താണ് നിങ്ങൾക്ക് വരുന്ന കാർഡുകൾ എന്ന് നോക്കാം. പൈൽ 2 വിചാരിച്ചവർ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് മനസ്സിൽ നന്നായി ആലോചിക്കുക. അവരെക്കുറിച്ച് പോസിറ്റീവായി മാത്രം ചിന്തിക്കുക. അവരുടെ ചിന്തകളും പ്രവൃത്തികളും എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. കാർഡുകൾ നോക്കാം. 4 of Swords, the Hermit, 2 of Pentacles, 3 of Cups, 9 of Cups. ഇത്രയും കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 4 of Swords എന്ന് പറയുമ്പോൾ ആൾ എന്തോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് വഴക്കുകളുണ്ടായിരിക്കാം, കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും. പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ച് പരസ്പരം മനസ്സ് മുറിപ്പെട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആ വേദനകളിൽ നിന്നും നിങ്ങൾ രണ്ടുപേരും ആ വേദനകളിൽ നിന്നും പിൻവാങ്ങി ഇരിക്കുന്നുണ്ട്. അതിനൊക്കെ റെസ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു ചിലപ്പോൾ നോ കോണ്ടാക്റ്റിലിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. നിങ്ങൾ സംസാരം കുറഞ്ഞിരിക്കാം. നിങ്ങളിപ്പോഴും വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചിട്ട് വിഷമിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷേ നിങ്ങൾ ഒരു എനർജി കാണിക്കുന്നത് നിങ്ങൾ സത്യം എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ നിങ്ങളുടെ ഉള്ളിലുണ്ട്. എന്താണ് കാര്യം, എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള ഒരു കാര്യം എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ട്. അതറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു എനർജിയിലേക്കാണ് പോണത്. ഇത് കാണിക്കുന്നത് 2 of Pentacles ആണ്. എന്തായാലും ഒരു ജഗ്ലിങ്ങിൻ്റെ ഒരു ഇതിലൂടെ കടന്നു പോകണം. എന്താണ് വേണ്ടത്, എന്താണ് ഒരുപക്ഷെ നിങ്ങൾ തിരഞ്ഞെടുക്കണോ എന്നുള്ള ഒരു ചിന്തയായിരിക്കാം. നിങ്ങൾ തിരഞ്ഞെടുക്കണോ, നിങ്ങൾക്കും അങ്ങനെയായിരിക്കാം. ഈ ബന്ധത്തിൽ ഞാൻ തുടരണോ എന്താണെന്നുള്ള ഒരു ചിന്തയായിരിക്കാം. അങ്ങനെ ഒരു വിഷമത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് രണ്ടുപേരും. നിങ്ങൾ പരസ്പരം പല കാര്യങ്ങളെക്കുറിച്ച് സംസാരം ഉണ്ടായിരിക്കാം. അത് അങ്ങനെ ഒരു വിഷമത്തിലാണ്. ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. എന്തായാലും അത് കാരണം കൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ ഇത്രയും വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടായത് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് ഇവിടെ നിങ്ങളുടെ ഒരു ഇതിലേക്ക് പോകുമ്പോൾ നിങ്ങളൊരു സെൽഫ് ലവിൻ്റെ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറിപ്പോകുന്നു. നിങ്ങൾക്ക് ഈ വിഷമങ്ങളൊക്കെ ഒന്നും സഹിക്കാൻ പറ്റാതായതുകൊണ്ട് നിങ്ങൾ എല്ലാറ്റിൽ നിന്നും മാറി നിങ്ങളെ തന്നെ സ്നേഹിക്കാനും നിങ്ങളുടെ കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കാനും അങ്ങനെയുള്ള ഒരു എനർജിയിലേക്ക് പോകുന്നത്. നമുക്കൊരു കാർഡ് കൂടി നോക്കി നോക്കാം. അത് ചാരിയറ്റ് എന്നുള്ള ഒരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു തീരുമാനത്തിലെടുക്കേണ്ട ഒരു ഘട്ടം എത്തിയിരിക്കുന്നു. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പാർട്ട്ണറോട് സംസാരിക്കുക. നിങ്ങൾക്ക് നിങ്ങളെന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളെന്താണ് ഈ ബന്ധത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് തുറന്ന് സംസാരിക്കുക. അതിനൊരു ഇതുണ്ടാക്കാം, ഒരു വ്യക്തത ഉണ്ടാക്കാൻ, ക്ലാരിറ്റി ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെ ഒരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നമുക്കൊരു ഓറക്കിൾ മെസ്സേജ് കൂടി നോക്കാം. നിങ്ങൾക്ക് എന്താണ് ഒരു ഇത് ഗൈഡൻസ് ആയിട്ട് കിട്ടുന്നതെന്ന് നോക്കാം. കാർഡ് കിട്ടിയിരിക്കുന്നത് സൈക്കിൾസ്, ഫെയ്ത്ത്, കർമ്മ, സംതിങ് എൻഡിങ്, സംതിങ് ബിഗിനിങ്. ഇതിപ്പോൾ എന്തിൻ്റെയോ അവസാനം എന്തിൻ്റെയോ തുടക്കമൊക്കെ ആയിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ നിലനിൽക്കാത്തൊരു ബന്ധമാണെങ്കിൽ അത് അവസാനിക്കുന്നതായിരിക്കും നല്ലത്. പുതിയൊരു ബന്ധത്തിൻ്റെ തുടക്കമായിരിക്കാം. ഒരുപക്ഷെ അവർ നിങ്ങളോട് വന്നിട്ട് തിരിച്ച് നിങ്ങളോട് വന്ന് പറയുകയാണ്, ഇങ്ങനെ
എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ പുറത്തു കൊടുക്കുക. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. ആ ഒരു ഇതിലേക്കാണ് പോകുന്നത്. എൻ്റെ റീഡിങ് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.